ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് പാരഡൈസിൻ്റെ ഒഫീഷ്യൽ ടീസറാണ് ഗൈസ്. ഒഫീഷ്യൽ ടീസർ 6 മണിക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ആക്ട് ചെയ്താരാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാനി. എസ് ഗൈസ്, നാനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രം തെലുങ്കിൽ നിന്ന് നോക്കിയ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ഷനും കിടിലായിട്ട് അഭിനയിക്കാൻ അറിയുന്നതും സത്യം പറഞ്ഞാൽ നാനിച്ച് തന്നെയാണ്. ഈ തെലുങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ടയർ 2 ഹീറോയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നാനി തന്നെയാണ്. ഈ നാനിയുടെ ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളിലെല്ലാം മിക്കത് ഹിറ്റാണ് ഗെയ്സ്. അതായത് ഒരു കാലഘട്ടത്തിന് ശേഷം. സോ ബേസിക്കലി നാനിയുടെ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ പടങ്ങളുണ്ട്. ജേഴ്സി ഉണ്ട്. ആൻഡ് അതിൻ്റെ അകത്ത് ഈ ജേഴ്സിയിലെ നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, ഗൗതം തിരുനെല്ലി, പുള്ളിയുടെ പേര് കേട്ടുകൊണ്ട് മാത്രമാണ് ഗെയ്സ് ഞാൻ മറ്റേ വിജയദേവരൻ്റെ കിങ്ഡം കാണാൻ പോയത്. പക്ഷേ അതെല്ലാം നിരാശപ്പെടുത്തി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു, സെക്കൻഡ് ഹാഫിലാണ് നിരാശപ്പെടുത്തൽ വന്നത്. പിന്നെ വന്നത് അതുപോലെ തന്നെ നമ്മുടെ അതുവിടെ കിങ്ഡം ഒക്കെ നമുക്ക് പിന്നെ പറയാം ഗൈസ്. ഇപ്പോൾ നമ്മൾ പറയാൻ വന്നത് നാനിയെക്കുറിച്ചാണ്. ഈ നാനിയുടെ ജേഴ്സി, അതുപോലെ തന്നെ നാനിയുടെ ഹായ് നാന, വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസാണ് ഗൈസ്. നിങ്ങൾ ലെറ്റർ ബോക്സിൽ എന്നെ പോയി നോക്കിയാൽ അറിയാം. എൻ്റെ ഫേവറേറ്റ് ഫീൽ ഗുഡ് മൂവീസിൽ ടോപ്പ് 1 നിൽക്കുന്ന പടമാണ് ഗൈസ് ഹായ് നാന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പാട്ടായിക്കോട്ടെ, അതിലെ സീൻസ് ആയിക്കോട്ടെ, മൃണാൽ ഠാക്കൂർ നാനിയായിട്ടുള്ള ഒരു കെമിസ്ട്രി ആയിക്കോട്ടെ, കൊച്ച് ആ ഫീമെയിൽ കുഞ്ഞായിട്ട് അഭിനയിക്കുന്ന ആ മോളായിക്കോട്ടെ, പുള്ളിക്കാരി നാനിയായിട്ടുള്ള ഒരു ഇതായിക്കോട്ടെ, പാട്ട് ഹിഷാം അബ്ദുളിൻ്റെയൊക്കെ പാട്ടൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇല്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ വരുന്നത് നാനിയുടെ ആക്ഷൻ പടം ആൻഡ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ദസറ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഗൈസ്, ശ്രീകാന്ത് ഒഡേല. പുള്ളിയുടെ നാനിയായിട്ടുള്ള അടുത്തോടാണ് പാരഡൈസ്. പാരഡൈസിന് ഭയങ്കര ഹൈപ്പാണ് ഗൈസ്. കാരണം പാരഡൈസിൻ്റെ അനൗൺസ്മെൻറ്റ് തൊട്ട് നാനിയുടെ ഡിഫറെൻറ്റ് ലുക്ക്, അതുപോലെ തന്നെ മ്യൂസിക് ചെയ്യുന്ന നമ്മുടെ അനിരുദ്ധിൻ്റെ പടം നാളെ റിലീസാണ്. ഈ സത്യം പറഞ്ഞാൽ DC നമ്മുടെ അനിരുദ്ധിൻ്റെ പടമാണ്. 15 പാട്ടാണ് നാളെ റിലീസാകാൻ പോകുന്നത്. അതായത് ഫുൾ ആൽബം വെച്ചുള്ള പടം. ഫുൾ ആൽബം 15 പാട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തീ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നാനി മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന പാരഡൈസ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവിയാണ് ഈ പടം തെലുങ്ക് ഇൻഡസ്ട്രി. ഭയങ്കര ഹൈപ്പാണ് ഈ പടത്തിന്. കാരണം അമ്മാതിരി സീൻ പാട്ടൊക്കെ ആയിരുന്നു. ആയാശേരൊക്കെ അറിയില്ലേ, നമ്മൾ കേൾക്കാത്ത വെർഷൻസ് ഇനിയില്ല. ജാപ്പനീസ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഇനിയും വല്ല ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ജാപ്പനീസൊക്കെ തീ സാധനം, ആണെങ്കിലും തീ സാധനമായിരുന്നു ഗീസ്. അപ്പം നമ്മൾ പറയണതെന്ന് വെച്ചാൽ നമുക്ക് നേരെ ടീസർ റിയാക്ട് ചെയ്യാം ഗീസ്. വെരി ഗൈസ്, 1 മിനിറ്റ് എനിക്ക് നോക്കട്ടെ, 1 മിനിറ്റ് 42 സെക്കൻഡേ ഉള്ളൂ ഗൈസ് ടീസർ. നമ്മൾ ഒറിജിനൽ ടീസർ തന്നെ റിയാക്ട് ചെയ്തത്. ലെറ്റ് മീ സ്റ്റാർട്ട് ദിസ് റെക്കോർഡിങ്. സ്റ്റാർട്ട് റെക്കോർഡിങ്. വെരി ഗൈസ്. ഓ ഫ്രെയിമടാ, ആ ഫ്രെയിം നോക്ക് ഗൈസ്. യമഹ ബൈക്ക്, ഇവിടെയൊക്കെ ബൈക്ക്. ഇത് പുള്ളിയുടെ മറ്റേ പാരഡൈസ്, അതായത് ഒരു അരമ്പ സ്ഥലത്തിൻ്റെ രാജാവായിട്ട് വരുന്നൊരു നായകൻ, ഒരു പട്ടി. ഫ്രം ഈ നാൾ തൊട്ട് ഇനി ഈ സ്ഥലം ആരുടേതാണ്? ആരുടെ രാജ്യമാണ്? ഓ എന്തോടാ നവീനുലിയാണ് ഡയറക്ടർ. കട്ട്സ് നോക്കടാ, കിടിലെ കട്ട്സ്. मेरे प्यारे पैराडाइज वासियों, മോഹൻ ബാബു, मेरे प्यारे ദേശവാസി എന്നല്ലേ പുള്ളി പറഞ്ഞേ? അതാറാ കീർത്തി സുരേഷിൻ്റെ ഒരു ഐറ്റം സോങ് ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. ഐറ്റം സോങ് ഒരു സ്പെഷ്യൽ ഡാൻസ് സോങ് ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. നമ്മുടെ പുള്ളിയുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ മറന്നു. നമ്മുടെ പുള്ളി മറ്റേ കില്ലിൻ്റെ അകത്തുള്ള സ്വർണ്ണമൊക്കെ ഇട്ട് കയഡ് വേണം ഗൈസ് നായിക. ഫുള്ള് വെട്ടും. ഇറ്റ്സ് എ ഗവൺമെന്റ് മെന്റ് ഫോർ യുവർ ഫ്യൂഡൽ ലോഡ്സ് ഓർ ഫോർ ദ പീപ്പിൾ? ചോദ്യം ചേച്ചി, ചോദ്യം. സർക്കാർ ശരിക്കും ജനങ്ങളെ സേവിക്കാനാണോ അതോ ഇതുപോലത്തുള്ള കള്ള പൈസയുള്ളവരെ സേവിക്കാനാണോ?
ഡയലോഗ് ഡെലിവറി ചെയ്താ സി ഞാൻ ക്രോസ് നമ്മുടെ നമ്മുടെ കളറിങ്ങും സിനിമാറ്റോഗ്രഫി ഒക്കെ സീൻ സാധനം ഗൈസ് എനിക്കും പറയാം. പാരഡൈസ് ദ പാരഡൈസ്. അന്തൂടെ കയ്യില് ബ്ലേഡാ. ఇరుగు దిష్టి పొరుగు దిష్టి నల్లి గుడ్లు అందిష్టి బెదురు గుడ్లు అందిష్టి എന്റെ പൊന്നോ. కత్తులన్నీ కటకట నెత్తురంత చిటపట దిష్టంత పోవాలి ജലാൽ സമാന ഷുറു. ഡേറ്റ് പോലും എഴുതി കാണിച്ചപ്പോൾ വെറൈറ്റി ആണ്. 24/9/26. ഇതിപ്പോ 8 മാസല്ലേ? അടുത്ത സെപ്റ്റംബർ 24. ആ ശരി, ഓഗസ്റ്റിലല്ല സെപ്റ്റംബറിലാണ് റേസ്. അനിരുദ്ധ സീനായിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്ത ജയിൽ ഫൈറ്റ് സീൻ കാണാനായിരിക്കും. കിടിലം കാണാനായിരിക്കും. ഉറപ്പിച്ചോ നിങ്ങൾ. ഇത് പാട്ടമായിരിക്കും. ഞാൻ ഈ റെക്കോർഡിങ് ഓഫ് ചെയ്യില്ല. ഷിറ്റ്. സ്റ്റെപ്പ് റെക്കോർഡിങ്. സത്യം പറയാ പട്ടം ഫ്രെയിംസ് ഗൈസ് ഇതിന് കട്ട്സായിരുന്നു തുടക്കത്തിൽ പുള്ളിയെ റിവീൽ ചെയ്യുന്നതിന് മുമ്പ്. ഇതിൻ്റെ എഡിറ്റർ നമ്മുടെ നവീൻ ഉലിയാണെന്ന് തോന്നുന്നത്. പക്ഷേ ട്രെയിലർ ഇതും കട്ട് ചെയ്തിരിക്കുന്ന പുള്ളി തന്നെയാണോ? വി എഫ് എക്സ് ഒക്കെ ഉണ്ട്. കുറേ കാക്കേനെയൊക്കെ പോലെ തോന്നി. കാക്കയുടെ കണ്ണൊക്കെ കാണിച്ചത്. എടാ എത്ര റൈറ്റേഴ്സറാ? 1 2 3 4 5 6 6 റൈറ്റേഴ്സ് പടത്തിന്. 6 റൈറ്റേഴ്സും സ്റ്റൺസ് 1 2 3 4. ഫെയർ ആയ സ്റ്റൺ ടീമൊക്കെ ആയിട്ടെ. കൊറിയോഗ്രാഫിയൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് റൈസ്. റൈറ്റർ ഡയറക്ടർ ശ്രീകാന്ത് തുടയില. മീറ്റിംഗ് ഗൈസ്. പുള്ളി കിടിലൻ ഡയറക്ടറാണ് ഗൈസ്. ദസറയെ കൊണ്ട് തന്നെ പുള്ളി കാണിച്ചതാണ് പുള്ളിയെ കൊണ്ട് എന്ത് പറ്റുമെന്ന്. അതിൻ്റെ ക്ലൈമാക്സിങ് കിടിലായിരുന്നു ഗൈസ്. അവർ വാള കത്തിയൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് എടുക്കത്തില്ലേ, മണ്ണിൽ നിന്ന് ഇങ്ങനെ പുള്ളി ഇങ്ങനെ എടുക്കിട്ട് 2 കൊടുവാളം എടുത്ത് കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെക്കും. സീനായിരുന്നു ഗൈസ്. അതായിരുന്നു പ്യൂർ സിനിമ. കൊമേഴ്ഷ്യലി ഈ പടം ഭയങ്കര കില്ലായിരിക്കും ഗൈസ്. പാരഡൈസ് ആൻഡ് നല്ല വയലൻസ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് വെച്ച് ഈ ഒരു വയലൻസ് ഒരു ഇതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇരട്ട ഗൈസ് ടീസർ കിടിലുണ്ട്. ചാർജ് ചെയ്യണ്ടപ്പോഴേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.